മാതാപിതാക്കളുടെ അമിതമായ ഇടപെടൽ മൂലം ഒരു യുവാവിൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകളാണ് ഞാൻ എൻ്റെ മോണാക്ടിലൂടെ അവതരിപ്പിക്കുന്നത്. കൺവെൻഷൻ രീതിയിൽ നിന്ന് വിട്ട് ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. സഹകരിക്കുക. ഹായ്, എൻ്റെ പേര് മനു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വെബ് ക്യാമിലൂടെ നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് മരിക്കാൻ പോവുകയാണ്. ഇതെൻ്റെ ജീവിതത്തിലെ അവസാന കുറച്ച് നിമിഷങ്ങളാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മ്യൂസിഷ്യൻ ആകണമെന്നായിരുന്നു. പാട്ട് എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു, എൻ്റെ ശിരസിലുണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാനൊരു മ്യൂസിക് കോളേജിൽ ചേർന്നോട്ടെ എന്ന്. പറ്റില്ല. മ്യൂസിക് കോളേജോ? പാട്ടുപാടി നീ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പാട്ടുപാടി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഈ കുടുംബത്തിലില്ല. എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് നീ കീപ്പ് ചെയ്യണം. നീ എഞ്ചിനീയറിംഗിന് പോകണം. ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ഞാൻ എഞ്ചിനീയറിംഗിന് പോയി 4 വർഷം ഞാൻ എഞ്ചിനീയറിംഗിന് പോയി. മ്യൂസിക് ബുക്കും വയലിനെ വിരിക്കേണ്ട എൻ്റെ കൈകളിൽ ഡ്രാഫ്റ്റും ഡ്രോയിങ് ഷീറ്റും. 4 കൊല്ലം കൊണ്ട് ഞാൻ ഒരുപാട് നേടി. 1036 സപ്ലി. കോളേജിലെ ആദ്യത്തെ സംഭവമാണ്. എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമായി. ഓരോ വർഷവും ഇതല്ല എൻ്റെ ഫീൽഡിൽ നിന്ന് ഞാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഒരുവിധം ഞാൻ കംപ്ലീറ്റ് ചെയ്തിറങ്ങി. അപ്പോൾ അച്ഛൻ അടുത്തൊരു സംഭവം കൊണ്ട് വന്നിരിക്കുന്നു. മദ്രാസിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലി. ഇത് കഴിഞ്ഞിട്ടെങ്കിലും എന്നെ വെറുതെ വിട്ടുകൂടെ അച്ഛനെന്ന് ഞാൻ ചോദിച്ചു. വിട്ടില്ല. അയാളെന്ന് വിളിച്ചുകൂടാ. അച്ഛൻ ബഹുമാനിക്കണം. അച്ഛൻ എന്നെ വിട്ടില്ല. എൻ്റെ ജീവിതം എൻ്റെ കൈവിട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നും തോറ്റിട്ടേ ഉള്ളൂ. എൻ്റെ അച്ഛൻ എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ തോറ്റു. ജീവിതത്തിൻ്റെ മുമ്പിൽ എനിക്കൊരിക്കലെങ്കിലും ജയിക്കണം. ഒരു വട്ടമെങ്കിലും ജയിക്കണം. അതിന് ഞാൻ കണ്ടെത്തിയ വഴി എന്റെ മരണമാണ്. ആ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മ ഇല്ല. അമ്മ ഞാൻ ഒരുപാട് ശ്രമിച്ചമ്മ, കഴിഞ്ഞില്ല. ഞാൻ മരിക്കാൻ പോവാ. ഈ വിഷക്കുപ്പി കണ്ടില്ലേ? എന്റെ മരണം അടുത്ത് കഴിഞ്ഞു. മരണത്തിന്റെ ദേവതേ, ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാ. കമോൺ, മരിക്കടാ. നിന്നെ ഈ ലോകത്തിന് വേണ്ട. ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ മരിക്കും. ഇത് ഈ ലോകത്തെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. മാതാപിതാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അരിഞ്ഞു കളയാതിരിക്കുക. ഇതെന്റെ അച്ഛനുള്ള സമ്മാനമാ, എന്റെ വിജയമാ. അമ്മയുടെ മടുത്തിട്ടിലേക്ക് ഞാൻ വരികയാ. നന്ദി.